ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയ ശാരീരികമോ മാനസികമായോ ഒരു അവസ്ഥയിലല്ല. കുറേ ദിവസമായിട്ട് പനിയും ജലദോഷമായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ചുമയും ശ്വാസം മുട്ടലെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ കുറേ ദിവസമായിട്ട് ഞാൻ ഈ വയ്യ കിടക്കയിലായതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാനിടയായത്. അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് എൻ്റെ ഉറക്കം അത് നശിപ്പിക്കുന്നുണ്ട്. കാരണം അപ്പോൾ അത് ഞാൻ പറയാൻ താമസിച്ചു പോയാൽ എന്നുള്ള ഒരിത് കൊണ്ട് ഞാൻ ഇത്ര വയ്യായികയിൽ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അതായത് നമ്മുടെ പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലെ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതി, അവന് വധശിക്ഷ വിധിക്കപ്പെട്ടു. അവൻ നിരപരാധിയാണെന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അവന് തൂക്കുകയറ് വിധിക്കപ്പെട്ടതിന് ശേഷം മാത്രം അവൻ നിരപരാധി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത്രയും നാൾ അവൻ നിരപരാധി എന്ന് തെളിയിക്കാൻ ബാധ്യതയുള്ള സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും കോടതിയൊക്കെ ഉറങ്ങുകയായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം കോടതിക്ക് തെളിവാണ് ആവശ്യം, കോടതി ആ തെളിവാണ് അംഗീകരിക്കുന്നത്, ശരിയാണ്. പക്ഷേ ഒരാൾക്ക് എതിരായി തെളിവുകൾ നിരത്തുമ്പോൾ ആ തെളിവ് പ്രതിയുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം കോടതിക്കില്ലേ? ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു പാകമാകാത്ത ഒരു ചെരുപ്പ് വരുമ്പോൾ അവൻ്റെ ഇഞ്ച് എത്ര, അവൻ്റെ സൈസ് എത്ര, ഇതെങ്ങനെ അവൻ്റേതാകും എന്ന് ചിന്തിക്കാനുള്ളൊരു സാമാന്യ ബോധം കോടതിക്കില്ലാതെയായോ? ഒരു കൊടുക്കുന്ന തെളിവുകൾ അപ്പാടെ വിഴുങ്ങാൻ മാത്രമുള്ളതാണോ കോടതി? എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം മുതലേ ഇതിലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സാന്നിധ്യം പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇന്നുവരെ നമ്മളാരും കണ്ടിട്ടില്ല. ആരുമില്ലാത്തൊരു പാവം നിരപരാധിയെ ക്രൂശിക്കാൻ വേണ്ടി എല്ലാ തെളിവുകളും അവന് എതിരാക്കി അവനെ പ്രതിയാക്കി തൂക്കിക്കൊല്ലുമ്പോൾ നമ്മുടെ മനസാക്ഷി, നമുക്കത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? എനിക്കത് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പാവം അവനും അവൻ്റെ കുടുംബത്തിനും മാത്രമല്ലേ നഷ്ടം. നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ്. ബംഗാളികൾ ദുഷ്ടതരം ചെയ്യുന്നത് ക്രിമിനൽസ് ഒരുപാടുണ്ട്. പക്ഷേ മലയാളികളുമുണ്ട്, എല്ലാ വിഭാഗത്തിലും ഉണ്ട് എന്ന് കരുതി എല്ലാ പേരും ആ ഗണത്തിൽപ്പെട്ടവരാണെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അന്ന് അത് ഒരു ബംഗാളിയുടെ തലയിൽ കെട്ടിവെച്ചപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ അന്നേ മറ്റൊരു പ്രതി ആ ചിത്രത്തിൽ തെളിഞ്ഞും മറഞ്ഞും ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതിയെ ഇതുവരെ, ഒരുപക്ഷെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായതുകൊണ്ടായിരിക്കാം, എങ്കിലും എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്തില്ല? ഇപ്പോൾ ഈ സാഹചര്യത്തിലെങ്കിലും അയാളുടെ വിധിയെ ഒന്ന് മാറ്റാൻ സാമൂഹ്യ പ്രവർത്തകരും മറ്റുള്ളവരും എന്തുകൊണ്ട് മുന്നിട്ട് ഇറങ്ങുന്നില്ല? ആ നിരപരാധിക്ക് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അവൻ്റെ ആ ഒരു നിഷ്കളങ്കത്വമായ ഒരു മുഖം കാണുമ്പോൾ അവനൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ക്രിമിനലിൻ്റെ യാതൊരു ഭാവഹാവാദികളും അവനില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കോടതിയും ഇപ്പോൾ ഈ ലോകത്ത് ഒരു നിയമങ്ങളും നമുക്ക് മനുഷ്യന് സഹായി അല്ല. അവിടെ വ്യക്തിപരമായ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമം എല്ലാവർക്കും അനുകൂലമാവുന്നത്. ആകെ ഒരു വിശ്വാസം ലാസ്റ്റ് കോടതിയിലാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതും മാഞ്ഞു പോയി എന്ന് അമീർ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലുമെങ്കിൽ സത്യം കോടതിയെപ്പോലും പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. കോടതി എന്ന് പറയുന്നത് പിന്നെ വെറും ഒരു പ്രഹസനമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ മലയാളികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ മകനാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ, നിങ്ങളുടെ സഹോദരനാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ ഈ പാവത്തിന് വേണ്ടി ചെയ്യുക. അവനൊരു അമ്മയുണ്ട്, കുടുംബമുണ്ട്, അവനൊരു ജീവിതമുണ്ട്. ആ ജീവിതം അവന് കിട്ടാൻ വേണ്ടി ദയവ് ചെയ്ത് എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും അവന് വേണ്ടി പ്രതികരിക്കുക. ആ പാവത്തിനെ തൂക്കിക്കൊല്ലാതിരിക്കാൻ ലക്ഷക്കണക്കിന് നിരപരാധികൾ ഈ ഭൂമിയിൽ അഴിഞ്ഞാടി ജീവിക്കുമ്പോഴാണ് ഒരു നിരപരാധിയെ തൂക്കിക്കൊല്ലുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ കുറ്റം ചെയ്തവൻ പുറത്തിരുന്ന് ചിരിക്കുമ്പോൾ മറ്റൊരു നിരപരാധി അറിഞ്ഞുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ആ പാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന് വേണ്ടി പ്രതികരിക്കുക, അവനെ ഈ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കുവാൻ എല്ലാവരും അവന് വേണ്ടി പ്രയത്നിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.